PSC സക്സസ് ലാഡറിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കല, സാഹിത്യം, സംസ്കാരം എന്നീ മേഖലകളിൽ നിന്നും PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് എടുത്തിട്ടുള്ളത്. ഏതൊരു PSC പരീക്ഷ എടുത്തു നോക്കിയാലും അതിൽ നിന്നും കുറഞ്ഞത് 3 മാർക്കിൻ്റെ ചോദ്യം കല, സാഹിത്യം, സംസ്കാരം എന്നീ മേഖലകളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന 2 പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. A, B എന്നിങ്ങനെ 2 കോളം തന്നിട്ടുണ്ട്. അതിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എയിൽ പറഞ്ഞിരിക്കുന്നത് പടയണി, രണ്ടാമത്തത് തെയ്യം, മൂന്നാമത്തത് മുടിയേറ്റ്, നാലാമത്തത് കൂടിയാട്ടം. പാർട്ട് ബിയിൽ പറഞ്ഞിരിക്കുന്നത് കാളിദാരിക പുരാവൃത്തം, സംസ്കൃത നാടകം, തപ്പ്, തോറ്റം പാട്ടുകൾ. ഇത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി. ഇനി ഏതെല്ലാമാണ് മാച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പടയണിക്ക് ചേരുന്നത് പാർട്ട് ബിയിൽ തപ്പാണ്. തപ്പെന്ന് പറയുന്നത് പടയണിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന വാദ്യമാണ്. അടുത്തത് തെയ്യം. തെയ്യത്തിന് പാർട്ട് ബിയിൽ ചേരുന്നത് തോറ്റം പാട്ടുകളാണ്. തെയ്യത്തിന് പാടുന്ന പാട്ടുകളെയാണ് തോറ്റം പാട്ടുകളെന്ന് പറയുന്നത്. അടുത്തത് മുടിയേറ്റ്. മുടിയേറ്റിന് ചേരുന്നത് കാളിദാരിക പുരാവൃത്തം. ദാരികാവധവുമായി ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാന കലാരൂപമാണ് മുടിയേറ്റ്. അടുത്തത് കൂടിയാട്ടം. കൂടിയാട്ടം എന്ന് പറയുന്നത് ഒരു സംസ്കൃത നാടക നൃത്തരൂപമാണ്. ഇനി നമുക്ക് ഈ കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. അതിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായൊരു കലാരൂപമാണ് കൂടിയാട്ടം. കൂടിയാട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2001 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. വർഷം 2001. അഭിനയത്തിൻ്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നിങ്ങനെ അറിയപ്പെടുന്ന ഒരു കലാരൂപം കൂടിയാണ് കൂടിയാട്ടം. അഭിനയകലയ്ക്ക് നൃത്തത്തേക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ അഭിനയത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കൂടിയാട്ടം. അതുപോലെ ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടക നൃത്തരൂപമാണ് കൂടിയാട്ടം. അതുകൊണ്ട് കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്നതും കൂടിയാട്ടമാണ്. അതുപോലെ കൂടിയാട്ടം എന്ന കലാരൂപം ചിട്ടപ്പെടുത്തിയത് കുലശേഖര ആഴ്വാറും കവി തോലനുമാണ്. കൂടിയാട്ടം ചിട്ടപ്പെടുത്തിയത് കുലശേഖര ആഴ്വാറും കവി തോലനുമാണ്. ഇത് അവതരിപ്പിക്കുന്നത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അനുസരിച്ചാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രം അനുസരിച്ചാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. അതുപോലെ കൂടിയാട്ടം അവതരിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന ദിവസമാണ് 41 ദിവസം. കൂടിയാട്ടം അവതരിപ്പിക്കാൻ എടുക്കുന്ന സമയം 41 ദിവസമാണ്. ഇത് അവതരിപ്പിക്കുന്നത് കൂത്തമ്പലത്തിലാണ്. അടുത്തത്, കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് പത്മശ്രീ അമ്മന്നൂർ മാധവ ചാക്യാറാണ്. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് പത്മശ്രീ അമ്മന്നൂർ മാധവ ചാക്യാർ. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ കൂടിയാട്ടത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമം. കൂടിയാട്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമം. അത് എഴുതിയിരിക്കുന്നത് ഗുരു മാണി മാധവ ചാക്യാറാണ്. ഗുരു മാണി മാധവ ചാക്യാർ രചിച്ച ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമം. ഇതിന് 1975 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. 1975 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി കൂടിയാണ് നാട്യകൽപദ്രുമം. അതുപോലെ കൂടിയാട്ടത്തിലെ പുരുഷവേഷം കൈകാര്യം ചെയ്യുന്നത് ചാക്യാരും സ്ത്രീ വേഷം കൈകാര്യം ചെയ്യുന്നത് നങ്ങ്യാരുമാണ്. കൂടിയാട്ടത്തിലെ പുരുഷവേഷം ചാക്യാരും സ്ത്രീ വേഷം നങ്ങ്യാരുമാണ്. കൂടിയാട്ടത്തിലെ ജനപ്രിയ കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിദൂഷകനാണ്. കൂടിയാട്ടത്തിലെ ജനപ്രിയ കഥാപാത്രമാണ് വിദൂഷകൻ. ഇനി നമുക്ക് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട പ്രധാന കലാകാരന്മാരാരെല്ലാമാണെന്ന് നോക്കാം. മാർഗി മധു, മാർഗി സതി, പൈങ്കുളം രാമൻ ചാക്യാർ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗുരു മാണി മാധവ ചാക്യാർ, അമ്മന്നൂർ മാധവ ചാക്യാർ. ഇതെല്ലാം കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരന്മാരാണ്. അതുപോലെ വർഷം തോറും കൂടിയാട്ടം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളാണ് കൂടൽമാണിക്യ ക്ഷേത്രം, വടക്കുംനാഥ ക്ഷേത്രം.
തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രവും ഇരിഞ്ഞാലക്കുടയിലെ കൂടൽ മാണിക്യ ക്ഷേത്രവും. അടുത്ത കലാരൂപമാണ് പടയണി. പടയണി എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിലെ ദേവീ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് പടയണി. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് പടയണി. പടയണിയുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത് കടമ്മനിട്ടിയാണ്. പത്തനംതിട്ടയിൽ കടമ്മനിട്ടിയാണ് പടയണിയുടെ ജന്മസ്ഥലം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ പടയണിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന വാദ്യമാണ് തപ്പ്. പടയണിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന വാദ്യമാണ് തപ്പ്. പടയണിയുടെ പ്രോത്സാഹനത്തിനു വേണ്ടി പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ച മലയാളം കവിയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. പടയണിയുടെ പ്രോത്സാഹനത്തിനു വേണ്ടി പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ചതും അതുപോലെ പടയണി പാട്ടിൻ്റെ താളക്രമങ്ങളെ അനുകരിച്ച് കവിത അവതരണം നടത്തിയ ഒരു മലയാളം കവി കൂടിയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. ഇത്രയും പടയണിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. അടുത്ത കലാരൂപമാണ് മുടിയേറ്റ്. ഇത് ദാരികാവധം പ്രമേയമാക്കിയ ഒരു അനുഷ്ഠാന കലാരൂപമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പടയണി എന്ന് പറയുന്നതും ദാരികനെ ഭദ്രകാളി നിഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം അതിൻ്റെ പിന്നിലുണ്ട്. അതും ഓർത്തിരിക്കുക. അതുപോലെ മുടിയേറ്റ് എന്ന് പറയുന്നത് ദാരികാവധം പ്രമേയമാക്കിയ ഒരു അനുഷ്ഠാന കലാരൂപമാണ്. ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയത് 2010 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ മുടിയേറ്റ് ഇടം നേടിയത് 2010. ഇതിലുപയോഗിക്കുന്ന പ്രധാന വാദ്യങ്ങളാണ് ചെണ്ടയും ഇലത്താളവും. മുടിയേറ്റിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യങ്ങളാണ് ചെണ്ടയും ഇലത്താളവും. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊന്ന് ഓർത്തിരിക്കാം. കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. കളമെഴുത്ത്, തിരി ഒഴിച്ചിൽ, താലപ്പൊലി, പ്രതിഷ്ഠാപൂജ, കളം മായ്ക്കൽ. ഇത്രയുമാണ് ഇതിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. അടുത്ത കലാരൂപമാണ് തെയ്യം. തെയ്യം എന്ന് പറയുന്നത് ഉത്തര കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പടയണി മധ്യ തിരുവിതാംകൂറിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ്. അതുപോലെ തെയ്യം ഉത്തര കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ്. തെയ്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ. അതുപോലെ നൃത്തം ചെയ്യുന്ന ദേവത എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ അത് തെയ്യമാണ്. കളിയാട്ടം, തിറ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും തെയ്യമാണ്. നൃത്തം ചെയ്യുന്ന ദേവത, കളിയാട്ടം, തിറ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് തെയ്യമാണ്. അടുത്തത് തോറ്റം പാട്ട് എന്ന് പറയുന്നത് തെയ്യത്തിന് പാടുന്ന പാട്ടുകളാണ്. തെയ്യത്തെ പ്രാർത്ഥിച്ചുണർത്തുന്ന പാട്ടുകളെയാണ് തോറ്റം പാട്ട് എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. അടുത്തത് കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേര് എന്ത്? കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേര് എന്ത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് 4 കഥകളിയുമായി ബന്ധപ്പെട്ട പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ തിരനോട്ടം, ഓപ്ഷൻ ബി പുറപ്പാട്, ഓപ്ഷൻ സി കേളികൊട്ട്, ഓപ്ഷൻ ഡി തോടയം. ഉത്തരം ഓപ്ഷൻ സി കേളികൊട്ട്. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേരാണ് കേളികൊട്ട്. ഇനി നമുക്ക് കഥകളിയുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകൾ ഏതെല്ലാമാണെന്നൊന്ന് ഓടിച്ചു നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു കഥകളിയുടെ ആദ്യത്തെ ചടങ്ങാണ് കേളികൊട്ട്. ഇനി അടുത്തത് പുറപ്പാട്. പുറപ്പാടെന്ന് പറയുന്നത് കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തമാണ് പുറപ്പാട്. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തമാണ് പുറപ്പാട്. അടുത്തത് തോടയം എന്ന് പറയുന്നത് കഥ ആടിത്തുടങ്ങുന്നതിന് മുമ്പ് 2 വേഷക്കാർ തിരശീലയ്ക്കു പിന്നിൽ ദേവതാപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന കഥകളിയിലെ ഒരു ചടങ്ങാണ്. അടുത്തത് തിരനോട്ടം എന്ന് പറയുന്നത് ചില വേഷങ്ങൾ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന രംഗത്തിന് തൊട്ടു മുമ്പ് തിരശീലയ്ക്കു പിന്നിൽ വന്ന് രംഗവീക്ഷണം നടത്തുന്ന ചടങ്ങ്. ചില വേഷങ്ങൾ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന രംഗത്തിന് തൊട്ടു മുമ്പ് തിരശീലയ്ക്കു പിന്നിൽ വന്ന് രംഗവീക്ഷണം നടത്തുന്ന ചടങ്ങിനെയാണ് തിരനോട്ടം എന്ന് പറയുന്നത്. അവസാനത്തെ ചടങ്ങാണ് ധനാശി. കഥകളിയിലെ ഏറ്റവും ഒടുവിലത്തെ ചടങ്ങ് ധനാശി. ഇത്രയുമാണ് കഥകളിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പ്രധാന ചടങ്ങുകൾ. അടുത്തത് താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധമില്ലാത്തവ ഏവ? താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്?
ഓപ്ഷൻ എ തോടയം, ഓപ്ഷൻ ബി ആട്ടവിളക്ക്, ഓപ്ഷൻ സി അഞ്ചടി, ഓപ്ഷൻ ഡി ഏകലോചനം. ഉത്തരം ഓപ്ഷൻ സി അഞ്ചടി. അഞ്ചടി എന്ന് പറയുന്നത് തെയ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു തരം തോറ്റം പാട്ടുകളാണ്. അടുത്തത് യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടാത്ത കലാരൂപം ഏതാണ്? യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടാത്ത കലാരൂപം ഏതാണ്? ഓപ്ഷൻ എ കൂടിയാട്ടം, ഓപ്ഷൻ ബി മുടിയേറ്റ്, ഓപ്ഷൻ സി പുലിക്കളി, ഓപ്ഷൻ ഡി കൽബെല്ലിയ. ഉത്തരം ഓപ്ഷൻ സി പുലിക്കളി. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടാത്ത കലാരൂപമാണ് പുലിക്കളി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കൂടിയാട്ടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് 2001 അതുപോലെ മുടിയേറ്റ് 2010 അതുപോലെ രാജസ്ഥാനിൽ നിന്നും ഇടം നേടിയ ഒരു കലാരൂപമാണ് കൽബെല്ലിയ, അത് 2010 അടുത്തത് പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ്? പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ തപ്പും ചെണ്ടയും, ഓപ്ഷൻ ബി മൃദംഗവും തപ്പും, ഓപ്ഷൻ സി കുഴലും ചെണ്ടയും, ഓപ്ഷൻ ഡി മിഴാവും മദ്ദളവും. ഉത്തരം ഓപ്ഷൻ എ തപ്പും ചെണ്ടയും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പടയണിയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണമാണ് തപ്പ്. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മാണി മാധവ ചാക്യാർക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. പ്രസ്താവനകൾ നോക്കാം. ആദ്യത്തെ പ്രസ്താവന കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവന കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. മൂന്നാമത്തെ പ്രസ്താവന 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. നാലാമത്തെ പ്രസ്താവന ഛത്രവും ചാമരവും എന്ന നിരൂപണ ഗ്രന്ഥം രചിച്ചു. ഉത്തരം ഓപ്ഷൻ ബി പ്രസ്താവന 1, 2, 3 മാത്രം. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഈ 3 പ്രസ്താവനകളാണ് മാണി മാധവ ചാക്യാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തത് ആട്ടപ്രകാരം എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആട്ടപ്രകാരം എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രസ്താവനകൾ നോക്കാം. ആദ്യത്തെ പ്രസ്താവന ചാക്യാർ കൂത്തിൻ്റെ സാഹിത്യരൂപം. പ്രസ്താവന 2 പറയുന്നത് കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെപ്പറ്റി വിവരിക്കുന്ന ഗ്രന്ഥം. മൂന്നാമത്തത് കഥകളി മുദ്രകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം. നാലാമത്തത് ഭരതമുനി എഴുതിയ ഗ്രന്ഥം. ഈ 4 പ്രസ്താവനകളിൽ ഏതാണ് ആട്ടപ്രകാരം എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് ശരിയായത്? ഉത്തരം ഓപ്ഷൻ സി 2. പ്രസ്താവന 2 ആട്ടപ്രകാരം എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്. കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെപ്പറ്റി വിവരിക്കുന്ന ഗ്രന്ഥമാണ് ആട്ടപ്രകാരം. അടുത്തത് യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ 2ാമത്തെ കലാരൂപം ഏത്? യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ 2ാമത്തെ കലാരൂപം ഏത്? ഓപ്ഷൻ എ മുടിയേറ്റ്, ഓപ്ഷൻ ബി കഥകളി, ഓപ്ഷൻ സി കൂടിയാട്ടം, ഓപ്ഷൻ ഡി രാമനാട്ടം. ഉത്തരം ഓപ്ഷൻ എ മുടിയേറ്റ്. 2010 യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളീയ കലാരൂപമാണ് മുടിയേറ്റ്. അടുത്തത് കേരളത്തിൻ്റെ പൈതൃക കലാരൂപമല്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. കേരളത്തിൻ്റെ പൈതൃക കലാരൂപമല്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ കൂടിയാട്ടം, ഓപ്ഷൻ ബി തെയ്യം, ഓപ്ഷൻ സി മോഹിനിയാട്ടം, ഓപ്ഷൻ ഡി ഭരതനാട്യം. ഉത്തരം ഓപ്ഷൻ ഡി ഭരതനാട്യം. കേരളത്തിൻ്റെ പൈതൃക കലാരൂപത്തിൽ ഉൾപ്പെടാത്തതാണ് ഭരതനാട്യം. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമാണ് ഭരതനാട്യം. അതുപോലെ തമിഴ്നാടിൻ്റെ തനത് നൃത്തരൂപം കൂടിയാണ് ഭരതനാട്യം. ഭരതനാട്യത്തിൻ്റെ ആദ്യകാല നാമമായിരുന്നു ദാസിയാട്ടം. അടുത്തത്
തപ്പ് പ്രധാന വാദ്യമായുള്ള കലാരൂപം ഏത്? തപ്പ് പ്രധാന വാദ്യമായുള്ള കലാരൂപം ഏത്? ഓപ്ഷൻ എ ചാക്യാർകൂത്ത്, ഓപ്ഷൻ ബി ഓട്ടൻതുള്ളൽ, ഓപ്ഷൻ സി പടയണി, ഓപ്ഷൻ ഡി തെയ്യം. ഉത്തരം ഓപ്ഷൻ സി പടയണി. തപ്പ് പ്രധാന വാദ്യമായി ഉപയോഗിക്കുന്ന കലാരൂപമാണ് പടയണി. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്